റോയൽ ഡ്രൈവ് നമ്മൾ റോയൽ ഡ്രൈവ് ഫസ്റ്റ് ലോഞ്ച് ചെയ്തത് നമ്മൾ. ഓക്കെ, അത് എനിക്കറിയില്ല. റോയൽ ഡ്രൈവ് നിങ്ങൾ ലോഞ്ച് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾക്കൊന്ന്, ഞാൻ ദുബായിലായിരുന്നു. ഞാൻ 18 ലാസ്റ്റ് ആയപ്പോഴാണ് തിരിച്ചിങ്ങോട്ടേക്ക് റോയൽ ഡ്രൈവും ചെയ്തത്. 18 ആണ്. റോയൽ ഡ്രൈവിന്റെ എങ്ങനെയായിരുന്നു നിങ്ങൾ ആ ഒരു ലോഞ്ച്? റോയൽ ഡ്രൈവ് മോർ ഓഫ് ആക്ച്വലി ഇതിന്റെ റീബ്രാൻഡ് ചെയ്തത് നമ്മളാ. റോയൽ ഡ്രൈവ് എന്ന് വെച്ചാൽ ഇറ്റ്സ് ലൈക്ക് നമുക്ക് നാട്ടില് യൂസ് ലക്ഷറി കാർസ് കുറെ വർഷങ്ങളായിട്ട് നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഉപയോഗിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമ്മളെ മലബാറിൽ യാത്ര ചെയ്യുന്ന സമയത്ത് കുറെ മറ്റേ ഷെഡൊക്കെ കെട്ടിയിട്ട് അതിലിങ്ങനെ നിരത്തി വെക്കുന്നത്. അവിടെയാണ് ആക്ച്വലി റോയൽ ഡ്രൈവിന് മുജീബ് ഖാ അത്യാവശ്യം നല്ലൊരു വിഷണറി ഓണ്ടർപ്രണർ. അപ്പൊ മുജീബ് ഖാ മലപ്പുറത്ത് ഇതേമാതിരി തന്നെ ഒരു 6 ഷട്ടറിൽ ഈ സാധനം വെച്ചിട്ട് കോഴിക്കോട് ഭയങ്കര ഡ്രീമോട് കൂടി വരാൻ വേണ്ടിട്ട് നിൽക്കുകയാണ്. അപ്പോ ഓവറോൾ ദ എക്സ്പീരിയൻസ് ചേഞ്ച് ചെയ്യാന്നുള്ളതാണ്. അപ്പം ഒരു പ്രൗഡ് മൊമെന്റ് ആയിട്ട് ഒരു യൂസ് ലക്ഷറി കാർ വാങ്ങുന്നത് ഷുഡ് ബി എ പ്രൗഡ് മൊമെന്റ്. മറ്റേ പണ്ടത് തമാശ സീരിയസ്ലി പറയുകയാണെങ്കിൽ അറിയില്ല, നമ്മളെ നാട്ടിലൊക്കെ ഈ സെക്കൻഡ് ഹാൻഡ് കാർസ് വാങ്ങിയിട്ട് സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് കുറെ കാലം കൊണ്ടുനടക്കും. മീൻസ് രജിസ്റ്റേർഡ് സ്റ്റിക്കർ, എന്നിട്ട് ഒരു 6 മാസം 3 മാസം ഒക്കെ ഉപയോഗിച്ചിട്ട് പിന്നെ ആൾക്കാർ നമ്പർ പ്ലേറ്റ് ഇടും. അങ്ങനെ മീൻസ് അങ്ങനെ ഒരു ടൈം ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു പരിപാടി ബോംബെയിലൊക്കെ വണ്ടി അത് മുമ്പ് എങ്ങനെ ചെയ്ത് എനിക്ക് മനസ്സിലാകുന്നത്. കാരണം ആ സമയത്ത് മീൻസ് എനിക്ക് തോന്നുന്നു റീ രജിസ്റ്റർ ചെയ്യാനോ അല്ലെങ്കിൽ ഈ സാധനം എന്തോ ചെയ്തിട്ടുണ്ടായിരുന്നു ആൾക്കാർ പണ്ട്. അങ്ങനെ നമ്പർ പല ഈ സെക്കൻഡ് ഹാൻഡ് വണ്ടി യൂസ് ചെയ്യുന്ന പറഞ്ഞ ആൾക്കാർക്ക് ഭയങ്കര മടിയുള്ളൊരു കാലമാണ്. അപ്പൊ അവിടുന്നാണ് ഈ ആക്ച്വലി ഓൾ ഷിഫ്റ്റ് സംഭവിച്ചിട്ട് ഇങ്ങനത്തെ തോട്ട് പ്രോസസ്സിലേക്ക് മൂപ്പര് വരുന്നത്. അപ്പൊ നമ്മൾ സംസാരിച്ച സമയത്ത് മൂപ്പര് 6 മാസം മുമ്പ് ലോഗോ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ ആക്ച്വലി ലോഗോ റീബ്രാൻഡ് ചെയ്യണമെന്നാണ്. ഇപ്പൊ റീസെന്റ് ഞങ്ങളൊരു ഞാൻ മൂപ്പരും ഒരു സിഇഒ കോഴ്സ്, സിഇഒ ഫൗണ്ടേഷൻ ഒരു കോഴ്സ് ഉണ്ട്. അപ്പൊ അതില് സ്പീക്കറായിട്ട് പോയ സമയത്ത് മുജീബ് ഖാൻ അന്ന് എക്സ്പ്രസോ സെറ്റ് ചെയ്ത ബ്രാൻഡ് ഗൈഡ് ലൈൻസ് ഒരു എലമെന്റ് പോലും ഞങ്ങൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പൊ ഞങ്ങൾ കൊച്ചി ബ്രാഞ്ച് തുടങ്ങിയ സമയത്ത് പുതിയ ഒരു മാനേജർ വന്ന സമയത്ത് അവിടെ ഒരു വേസ്റ്റ് ബാസ്ക്കറ്റ് കണ്ട് നമ്മൾ ഈ ബ്രാൻഡ് കളേഴ്സിലല്ലാത്ത ഞാൻ അദ്ദേഹത്തിനോട് ആ വേസ്റ്റ് ബാസ്ക്കറ്റ് അവിടെ നിന്ന് മാറ്റാൻ വേണ്ടി പറഞ്ഞു. എന്നിട്ട് റീപ്ലേസ് ചെയ്യാൻ പറഞ്ഞു. ബിക്കോസ് അത് നമ്മളെ ബ്രാൻഡ് കളേഴ്സിൽ ഇല്ല എന്ന് പറഞ്ഞു. അപ്പം അവിടെ എന്താ വെച്ചാല് നമ്മൾ ആക്ച്വലി ഒരു ടാഗ് ലൈൻ മുതൽ ആറ്റ് ഇപ്പോഴും ഓർമ്മയുണ്ട്, ആറ്റ് യുവർ പവർ എന്നുള്ള ടാഗ് ലൈൻ പ്ലസ് ഈ ബ്രാൻഡ് ഐഡന്റിറ്റി. 6 മാസം മുമ്പ് ചെയ്ത സാധനം നമ്മൾ പോയിട്ട് കൺവിൻസ് ചെയ്തിട്ട് കംപ്ലീറ്റ്ലി റീബ്രാൻഡ് ചെയ്തു. ഈവൺ അതിന്റെ എൻവയോൺമെന്റൽ ഗ്രാഫിക്സിൽ ആർക്കിടെക്ചറൽ പാർട്ടിൽ വരെ ഞങ്ങൾക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ബൈപ്പാസിൽ പാസ് ചെയ്യുമ്പോൾ കാണുന്ന പുറത്തൊരു സൈനേജ് ഉണ്ട്, ഒരു റെക്ടാംഗിൾ പ്ലസ് മിക്സ്. അത് നമ്മൾ ആർക്കിടെക്ചറിനെ വെച്ചിട്ട് ഡിസൈൻ ചെയ്ത് മീൻസ് ആ സൈനേജിൽ വരെ ഡിസൈനിൽ വരെ നമ്മൾ പ്രീമിയം ഫീല് വരണം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ആക്ച്വലി നമ്മളൊരു ടാർഗറ്റ് ഓഡിയൻസ് ഞാനിപ്പോ ദുബായിൽ വളർന്നതാണ്. ഇവിടെ നമ്മൾ ഏതൊരു ഓഡിയൻസ് ഒരു വീട് എടുത്ത് നോക്കുകയാണെങ്കിൽ എല്ലാവരും പ്രീമിയം എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. ഈ പ്രത്യേകിച്ച് UAE ഒരു ബേസ് നമുക്ക് ഉള്ളത് കൊണ്ട് ദുബായ് ആയിട്ടാണ്, സൗദി ആണെങ്കിലും. അപ്പൊ ആൾക്കാർക്ക് പലപ്പോഴും ആ ഒരു സർവീസ് നമ്മുടെ നാട്ടിൽ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ. അപ്പൊ അതിന്റെ ഒരു ടിപ്പിക്കൽ എക്സാമ്പിൾ ആണ് ശരിക്കും റോയൽ ഡ്രൈവ്. ആ ഷിഫ്റ്റ് ആൾക്കാർക്ക് ആ ഹൈജീൻ, ക്ലെൻലിനെസ്, പ്രോപ്പർ കെയർ, സർവീസ്, ഇത് അതായത് പുതിയ കാർ എടുക്കണ പോലത്തെ ഒരു ഫീലാണ്. പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ എനിക്ക് ആ ഫീൽ ഉണ്ടായിരുന്നു റോയൽ ഡ്രൈവില്. അപ്പോ ആക്ച്വലി റീബ്രാൻഡ് ചെയ്തു. പിന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളവിടെ ഇനീഷ്യലി ഞങ്ങൾക്ക് കിട്ടിയ ബ്രീഫ്, നമുക്ക് ദുൽഖർ ഭയങ്കര കാർ ലവറാണ്. അതെ. അപ്പൊ ദുൽഖറിനെ വെച്ചിട്ട് നമുക്ക് ഇത് ഷോറൂം ലോഞ്ച് ചെയ്തതാണ്. അപ്പൊ ആക്ച്വലി ഞാനത് നമ്മള് ടീം അതൊരു കോൺട്രഡിക്ട് ചെയ്തു. നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെയും ഒരു സെയിം സാധനം വർക്ക് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാല് അവിടെ നമ്മൾ ടാർഗറ്റ് ഓഡിയൻസിനെ ഒന്നുകൂടി റീഡിഫൈൻ ചെയ്തു. ഇപ്പം ദുൽഖർ വന്നു കഴിഞ്ഞാൽ ഹ്യൂജ് ഒരു ക്രൗഡ് വരും, പക്ഷേ ജനറൽ ക്രൗഡ് വരും. ആ ജനറൽ ക്രൗഡ് അല്ല ആക്ച്വലി റോയൽ ഡ്രൈവിന് വേണ്ട ടാർഗറ്റ് ഓഡിയൻസ്. അപ്പൊ അവിടെ വരുമ്പോ മൊത്തത്തിൽ ആള് നിറഞ്ഞു കൂടും. ചിലപ്പോ അവിടെ നമ്മളന്ന് റോൾസ് റോയ്സ് കൊണ്ടുപോയിട്ടുണ്ട്, Audi ഉണ്ട്, BMW ഉണ്ട്, ഇപ്പൊ കൂടെ വരക്കും അല്ലെങ്കിൽ അത് പിന്നെ ആകെ ഒരു വൺ ക്രൗഡ് വരും. പക്ഷെ അതുകൊണ്ട് റോയൽ ഡ്രൈവിന് പ്രത്യേകിച്ച് ഒരു വോ ഫാക്ടർ ആളുകൾ അറിയുന്നില്ല, ഇതിന്റെ അപ്പുറത്തേക്ക് ഇമ്പാക്ട് ഉണ്ടാക്കില്ല. അപ്പൊ നമ്മൾ അതിനൊന്ന് റിവേഴ്സ് ചെയ്ത്, അപ്പൊ തോട്ട് പ്രോസസ് ഒന്ന് റിവേഴ്സ് ചെയ്തിട്ട് നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടർ പിടിച്ചത് ഇതേമാതിരി തന്നെ ഈ ലക്ഷറി കാർസ് വാങ്ങാൻ സാധ്യത അല്ലെങ്കിൽ വാങ്ങിയതുമായിട്ടുള്ള ഒരു 500 ഡാറ്റ ഞങ്ങള് ലിസ്റ്റ് ചെയ്തു കാലിക്കറ്റ്. അതായത് അവര് ഇതിനു മുമ്പ് മലപ്പുറത്തായിരുന്നു, മലപ്പുറത്ത് കോഴിക്കോടേക്ക് വരും. ആക്ച്വലി അവർക്ക് കോഴിക്കോട്ടേക്ക് പ്രത്യേകിച്ച് നെറ്റ്വർക്കോ കണക്ഷൻസോ പുതിയ സാധനങ്ങളോ ഒന്നുമില്ല. സോ നല്ലൊരു ഒരു വേൾഡ് ക്ലാസ് ഷോറൂം, സൗത്ത് ഇന്ത്യസ് ബിഗ്ഗസ്റ്റ്
ഓട്ടോമൊബൈൽ അല്ലെങ്കിൽ യൂസ് ലക്ഷറി കാർ ഷോറൂമാണ് അവർ ബിൽഡ് ചെയ്യുന്നത്. ഇൻഫ്രാസ്ട്രക്ചർ വൈസ്, ഡിസൈൻ വൈസ് അവർ ദേവർ ഓൺ ട്രാക്ക്. ഈവൻ കളക്ഷൻ വൈസും ഒക്കെ ഓരോ കോർ എക്സ്പെർട്ടീസ് ആണ്. അതെ. അപ്പൊ അത് നമ്മുടെ എക്സ്പെർട്ടീസ് അല്ല, അവരുടെ എക്സ്പെർട്ടീസ്. പക്ഷെ അതെങ്ങനെ ടു റീച്ച് ഔട്ട് ടു ദ ടാർഗറ്റ് ഓഡിയൻസ് ദ റൈറ്റ് വേ എന്നുള്ളതാണ് നമ്മളെ എക്സ്പീരിയൻസ് അല്ലെങ്കിൽ നമ്മളെ എക്സ്പെർട്ടീസ്. അപ്പൊ ആ ഒരു തോട്ടിൽ നിന്ന് എന്ത് ചെയ്തു, ഇവരെ നമ്മൾ പറഞ്ഞു ദുൽഖർ വേണ്ട, ദുൽഖർ മേ ബി സേ ഫോർ എക്സാമ്പിൾ യു ആർ പേയിങ് അറൌണ്ട് ഒരു 40 to 50 lakhs, മേ ബി ആ സമയത്ത് 25-30 lakhs, പിന്നെ ഒരു ഇവന്റ് ഒരു 40-50 ലക്ഷം രൂപ ദുൽഖറിനെ നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ മുടക്കും. മേ ബി ഇപ്പം റേറ്റ് ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറി. പക്ഷെ ദാറ്റ് വുഡ് ബി ആൻ ഐഡിയൽ എമൗണ്ട് വിച്ച് ഒരു ദുൽഖർ എന്ന് പറഞ്ഞ ബ്രാൻഡ് അംബാസിഡറിന് കൊടുക്കുന്നത്. ബ്രാൻഡ് അംബാസിഡർ എപ്പോഴും വേണമെന്നല്ല കേട്ടോ, ഡിപ്പെൻസ് ഓൺ ദ ബ്രാൻഡ്, ഡിപ്പെൻസ് ഓൺ ദ റിക്വയർമെന്റ്, ഡിഫേഴ്സ്. വെറുതെ അങ്ങോട്ട് കൊണ്ടുവരികയല്ല ചെയ്യുന്നത്. യു ഷുഡ് ആക്ച്വലി തിങ്ക് ഇറ്റ് വെരി ലൗഡ്. അപ്പോ നമ്മൾ എന്ത് ചെയ്തു, ഒരു 500 പേരെ ഐഡന്റിഫൈ ചെയ്തു. 500 പേരെ ഐഡന്റിഫൈ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്തു, പിന്നെ ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാക്കി. ആ ഇൻവിറ്റേഷൻ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇൻവിറ്റേഷൻ. നമ്മൾ ആക്ച്വലി കാറിന്റെ സ്കെയിൽ മോഡൽ വാങ്ങി. റോൾസ് റോയ്സ്, ബെന്റ്ലി, എനിക്ക് തോന്നുന്നത് ഡൽഹിയിൽ നിന്ന് അല്ലെങ്കിൽ ഓർഡർ ചെയ്ത്, മൊജിക്കോന്ന് ഓർഡർ ചെയ്ത് 550-600 സ്കെയിൽ മോഡൽ കാർസ് ഓർഡർ. എന്നിട്ട് നമ്മൾ അതായത് പാക്ക് ചെയ്തു. വുഡ് യു ലൈക്ക് ടു ഓൺ ദ റിയൽ വൺ? അതായിരുന്നു അതിന്റെ മോഡലിന്റെ കോപ്പി. അതായിരുന്നു ഞങ്ങളുടെ ഇൻവിറ്റേഷൻ. ആറ്റ് യുവർ പവർ എന്നുള്ളതാണ്. അപ്പൊ ഇത് വെച്ചിട്ട് വി ഗേവ് ഇറ്റ്. ഈ ഒരു 500 ആൾക്കാരെ ഐഡന്റിഫൈ ചെയ്തിട്ട് അതിൽ പാർട്ട്നേഴ്സ് മുജിബ് അടക്കമുള്ള ആളുകൾ പേഴ്സണലി പോയിട്ട് ഇങ്ങനെ ഷോറൂം വരുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്തു. അപ്പൊ സ്റ്റിൽ ഐ റിമെമ്പർ കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ ടേബിൾ ഈവൺ ആഫ്റ്റർ 4-5 years ഞാൻ ആ റോയൽ അതിന്റെ മുകളിൽ കാറിന്റെ മുകളിൽ ആ സ്കെയിൽ മോഡലിന്റെ മുകളിൽ ഇവരുടെ ലോഗോ നമ്മൾ സ്റ്റിക്ക് ചെയ്തില്ല. അതിപ്പോഴും ഞാൻ സ്റ്റിൽ ഇപ്പോഴും നമ്മൾ പോകുമ്പോൾ കുറെ ആൾക്കാരായി. ഈവൻ എനിക്ക് തോന്നുന്നു സോ അത് കുറെ ഓണ്ടർപ്രണേഴ്സിന്റെ കയ്യിൽ സ്റ്റിൽ ദേ ഹോൾഡ് ദാറ്റ് ഒരു. എന്നിട്ട് എന്താ ചെയ്തെന്ന് വെച്ചാല് ആ ഇനോഗ്രേഷൻ വാട്ട് വി ഡിഡ് ഇസ്, അപ്പൊ ആ ഒരു പിന്നെ മോഡല് എക്സ്പെൻസീവ് ആയിരിക്കുമല്ലോ. അല്ല, ഒന്നുമില്ല, ഒരു 550 രൂപ അല്ലെങ്കിൽ മേ ബി 1000 rupees-ലാണ് വിവിധ കോസ്റ്റ് കൊടുക്കാൻ പോകുന്നത്. സോ 50,000 രൂപയാണ്, 50 ലക്ഷം 50,000. സോ ആ ഇൻവിറ്റേഷൻ പാക്ക് ചെയ്ത് നല്ല രസമായിട്ട് നമ്മൾ കൊടുത്തു, റീച്ച് ഔട്ട് ദ പീപ്പിൾ. എന്നിട്ട് കുറച്ച് ഇനോഗ്രേഷൻ ഒന്നുകൂടി ഡിഫറെന്റ് ആക്കി. കാരണം എന്താ വെച്ചാൽ അന്നത്തെ സെയിം ഡേ നമ്മൾ ഒരു 14 ഡെലിവറി, ഞാൻ 11 മറ്റേ പറഞ്ഞ മുജിക്ക് കഴിഞ്ഞ മീറ്റിംഗ് 11 14 ഡെലിവറി. സോ 2 സൂപ്പർ ബൈക്സും 11, 13, 12 കാർസ്. എനിക്ക് തോന്നുന്നു അന്നത്തെ ദിവസം ആസാദ് മൂപ്പൻ ഉണ്ടായിരുന്നു, പിന്നെ മുനോൽ തങ്ങൾ ഉണ്ടായിരുന്നു, മൽബാർ നിഷാദ് ക, വൈലേറ്റ സുലൈമാൻ ക, കല്ലിയത്തിന് ഹോമൻ. അങ്ങനെ ദർ ആർ ലിസ്റ്റ് ഓഫ് പീപ്പിൾ ഹു ഇവിടുത്തെ ഒരു പ്രധാനപ്പെട്ട അല്ലെങ്കിൽ അറിയപ്പെടുന്ന ഒരു ഓണ്ടർപ്രണേഴ്സിനൊക്കെ ഇൻവൈറ്റ് ചെയ്തു. അല്ല, അതിനു മുമ്പ് നിങ്ങൾ എങ്ങനെയാണ് 500 ഫിൽട്ടർ ചെയ്തത്? ബേസിക്കലി 500ന്റെ ഫിൽട്രേഷൻ എന്ന് പറയുന്നത് ആക്ച്വലി നമുക്ക് ഓപ്പൺ ആർ ഐസ് ആൻഡ് ലുക്ക് ഇൻ ടു ദിസ് കാലിക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ആരൊക്കെയാണ് ലക്ഷറി കാർ ഉപയോഗിക്കുന്നത് വെച്ച് 4-5 ആൾക്കാരെ കോൺടാക്ട് ചെയ്തത് തന്നെ ഡെഫിനറ്റ്ലി. പിന്നെ 6 ഫ്രറ്റേണിറ്റി ഉള്ളതും ആൾക്കാർ, ഇറ്റ് ഈസ് വെരി സ്മോൾ സിറ്റി, അല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് കണക്ട് ചെയ്യാൻ വേണ്ടി പറ്റും. സോ അത് ജസ്റ്റ് നോട്ട് കാലിക്കറ്റ്, ഞാൻ പറഞ്ഞത് മലപ്പുറം കാലിക്കറ്റ് ഈ ഒരു മലബാർ ഏരിയയിലുള്ള ഒരു 500 പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും. അതായത് ബേസിക്കലി ഒരു 5 ആളെ കിട്ടിക്കഴിഞ്ഞാൽ ബാക്കി ഇതിന്റെ ഒരു തോട്ട് ലൈൻ പലപ്പോഴും അങ്ങനെ തന്നെ വർക്ക് ചെയ്യാം. അപ്പൊ നേരത്തെ നിങ്ങൾ ചോദിച്ചാൽ മറ്റേ അൽസലാമൊക്കെ ഇൻവൈറ്റ് ചെയ്യും 350 ഒരു 10 ആൾക്കാരുണ്ടെങ്കിൽ പീപ്പിൾ ആർ ഓൾവേസ് റെഡി ടു ഹെൽപ്പ്. ഇവിടുത്തെ ഞാൻ വലിയൊരു ബിക്കോസ് സൗത്തിലേക്കൊക്കെ പോകുമ്പോൾ മേ ബി സ്ലൈറ്റ്ലി ഡിഫേഴ്സ്. പക്ഷെ ഇവിടെ എന്ത് ചോദിച്ചു വന്നാലും ഇവിടെ നമ്മളെ മൈൻഡ് മ്യൂസിക് 1500 ആൾ വന്നു. അത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാ ഓണ്ടർപ്രണേഴ്സും വന്നിട്ടുണ്ട്. ഈവൻ ഒരു ഹ്യൂജ് ടെക്സ്റ്റൈൽസ് ഇവിടെ ഓപ്പണിംഗ് ആയിരുന്നു നാളെ. അതിന്റെ ഓണറിന്റെ തലേന്ന് വിത്ത് ഫാമിലി അവിടെ വന്നിരിക്കുന്നുണ്ട്. കാരണം അപ്പൊ നമ്മളിവിടെ ആൾക്കാർ എന്താ ചെയ്യുക, നല്ലത് എന്ത് കണ്ടാലും അല്ലെങ്കിൽ പുതിയ നല്ലൊരു സാധനം വരികയാണെങ്കിൽ എല്ലാത്തിനും സപ്പോർട്ട് ചെയ്യാം. സോ കോണ്ടാക്ട് ഉണ്ടോ, അവനെ വിളിച്ചോ അവൻ വന്നോട്ടെ, അവൻ നന്നാവും. അതവര് വിളിക്കും, ഒരു നമ്പർ തരും, മെസ്സേജ് അയക്കും. ആ ഒരു എക്കോസിസ്റ്റം ഇവിടെ ഭയങ്കരമായിട്ടുണ്ട്. അപ്പൊ അത് ആളുകളിലേക്ക് ഇറങ്ങി ചെല്ലുന്നുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ആ 500 നമ്പേഴ്സിലേക്ക് എത്തിയത്. ആക്ച്വലി എനിക്ക് തോന്നുന്നു റോയൽ ഡ്രൈവ് കേരളത്തിന്റെ തന്നെ വര ആക്ച്വലി മാറ്റി വെച്ചിട്ടുണ്ട് അല്ലെ? അത് കഴിഞ്ഞിട്ടാണ് ഈ വലിയ പ്രീമിയം കാർസിന്റെ ഷോറൂംസ് എല്ലാം. എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ പീപ്പിൾ സേ ഇറ്റ് വോണ്ട് വർക്ക്, അല്ലെങ്കിൽ ഇത് ഭയങ്കര എക്സ്പെൻസീവ് ആവും, അല്ലെങ്കിൽ ഇത് നടക്കൂല, വർക്ക്ഔട്ട് ആവില്ല. പിന്നെ സ്ലോലി ഓവർ ദ ടൈം എവ്രി വൺ വാണ്ട് ടു സ്വിച്ച്, എല്ലാവരും മാറി. പിന്നെ അങ്ങനത്തെ എല്ലാത്തരം ഓപ്ഷൻ ഒന്നുമില്ല. ആക്ച്വലി എന്താ വെച്ച് കഴിഞ്ഞാല് അവിടെ കയറി ചെല്ലാനൊരു സ്ഥലം, ചോദിക്കാനൊരു സ്ഥലം, നല്ല സർവീസ് കൊടുക്കുന്നുണ്ട്. ഈവൻ പീപ്പിൾ ആർ റെഡി ടു പേ 10%, 20% എക്സ്ട്രാ ഫോർ എ കാർ, വാട്ട് എവർ ഇറ്റ് മേ ബി. കാരണം ആ സർവീസിന് വേണ്ടിയിട്ട് ആൾക്കാർക്ക് പൈസ കൊടുക്കുന്ന ആൾക്കാർക്ക് ഒരു ബുദ്ധിമുട്ട്. പ്രീമിയം കാസ് വാങ്ങിക്കുന്നവർക്ക് പിന്നെ അതല്ല പ്രശ്നം, എനിക്ക് കാർ ആ എക്സ്പീരിയൻസ് കിട്ടണമെന്നുള്ളതും കൂടിയാണ്. അപ്പൊ അവിടുന്നാണ് ആക്ച്വലി ആ ഇൻവിറ്റേഷൻ കഴിഞ്ഞ പിന്നെ ഇതുപോലെ നമ്മളൊരു സെലക്ടഡ് ആയിട്ടുള്ള ഒരു 14 ഓണ്ടർപ്രണേഴ്സ്
14 വണ്ടി ആ സെയിം ഡേ ഒരേ മൊമെന്റിൽ ഡെലിവർ ചെയ്തു. എനിക്ക് സ്റ്റിൽ ഐ റിമെമ്പർ ആദാമപ്പനായിരുന്നു ഇനോഗ്രേഷൻ ചെയ്തത്. ഈവൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ആദാമപ്പൻ വാസ് ഇനോഗ്രേഷൻ ചെയ്ത് ഉള്ളിൽ കയറി കഴിഞ്ഞപ്പോൾ ഏത് കാറാണ് ഞാൻ ഡെലിവർ ചെയ്യുന്നത്. സോ ആക്ച്വലി നമ്മൾ അത് പ്ലാൻഡ് അല്ലേനു. കാരണം എന്താ വെച്ചാൽ ഇനോഗ്രേഷൻ ആണ്, പിന്നെ ഓരോ ഉണ്ട്, പിന്നെ ബട്ട് വി മാനേജ് ഇറ്റ്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് അവിടുന്ന് അങ്ങോട്ട് ആ 14 വണ്ടി ഡെലിവർ ചെയ്തു. അപ്പം ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഞങ്ങളുടെ എക്സ്പ്രസോന്റെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള ഇപ്പോഴും സ്റ്റിൽ എനിക്ക് തോന്നുന്നു ഓക്കെ രശ്മികന്റെ വീഡിയോ എന്നതിന് മുമ്പ് വരെ ഏറ്റവും കൂടുതൽ വ്യൂസ് ഉള്ള വീഡിയോ റോയൽ ഡ്രൈവർ 2017 ഇനോഗ്രേറ്റ് ഓർഗാനിക്കലി നമ്മൾ യൂട്യൂബിൽ. അത് ബേസിക്കലി ആസ്പിറേഷണൽ ആണല്ലോ. എവരിബഡി വാണ്ട്സ് ടു ഓൺ എ ലക്ഷറി കാർ അറ്റ് സം പോയിന്റ് ഇൻ ലൈഫ്.